PSSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വിശദാംശങ്ങൾ. ഇതിനു മുമ്പ് 2 പ്രാവശ്യവും PSC നൽകിയിട്ടുണ്ടായിരുന്ന ശുപാർശ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് PSC നൽകിയിരുന്ന ശുപാർശ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിനുള്ളതിനേക്കാൾ ശമ്പളവും ആനുകൂല്യവും വർധനവ് PSC ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ അതില്ല എന്നുള്ളതാണ്. കേരളത്തിലും അത്തരത്തിൽ ശമ്പള പരിഷ്കരണം ഉണ്ടാകണം, മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും വർധനവുണ്ടാകണമെന്നൊരു ആവശ്യമാണ് PSC മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത് മന്ത്രിസഭാ യോഗത്തിൽ 2 തവണയും അംഗീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടായിരുന്നത്. ഈ ശുപാർശ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് PSC ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും ഈ ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യ പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അതുപോലെ തന്നെ അംഗങ്ങൾക്കും ശമ്പള പരിഷ്കരണവും ആനുകൂല്യവും വന്നിരിക്കുന്നു. അതിൽ ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിട്ടാണ് ഈ ശമ്പളം പുതുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ഈ വേതന വ്യവസ്ഥയും അതുപോലെ തന്നെ ശമ്പളവും ഒക്കെ പരിശോധിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ യോഗത്തിൽ സർക്കാർ പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. സർക്കാർ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഈ വ്യാവസായിക ട്രൈബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അതുപോലെ തന്നെ അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കുമെന്ന ഒരു കാര്യം കൂടി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ PSC ചെയർമാന്റെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശമ്പളം അത് വലിയ തോതിൽ ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ജോലി അവർക്ക് ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു ശുപാർശയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.